ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. മിക്ക ആൾക്കാരുടെയും ഡൗട്ടാണ്, ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് വല്ല അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. അത് എന്തിനൊക്കെ റിലേറ്റഡ് ആണ്, ഏതൊക്കെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പലതരത്തിലുള്ള ഡിസീസുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതൊരു 10-35 വയസ്സ് കഴിഞ്ഞാലാണ് പതുക്കെ അതിൻ്റെ ഓരോ എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും. അപ്പോൾ നമ്മളൊരു 30-35 വയസ്സായാൽ തന്നെ നമ്മൾ റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടോ, നമ്മുടെ ബ്ലഡിൽ നമ്മുടെ ഷുഗർ ലെവൽ കൂടുതലാണോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ഫാസ്റ്റിങ്ങിൽ നമ്മൾ വെറുമായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബ്ലഡിൽ ഷുഗർ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു പല ടെസ്റ്റുകളുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലൊന്നും കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു എല്ലാ 6 മന്ത്സിലും നമ്മളൊരു ഷുഗർ ടെസ്റ്റ്, അതായത് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഇത് നമുക്ക് ഷുഗർ ഉണ്ടോ, നമ്മൾ ഡയബറ്റിക് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അടുത്ത് നമുക്ക് ബ്ലഡ് പ്രഷർ നോക്കാം. പ്രഷർ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു വേണ്ട, നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് BP അപ്പാരറ്റസ് വഴി അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ബ്ലഡ് പ്രഷർ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക്, അപ്പോൾ നമ്മൾ BP ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞത് നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ്, അത് CBC എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വലിയ ഇൻഫെക്ഷൻ ഉണ്ടോ, ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, കൗണ്ടുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തൈറോയിഡ് ടെസ്റ്റ്. അതായത് തൈറോയിഡ് നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും തൈറോയിഡ് ഡിസീസ്, അതായത് ഹൈപ്പർ തൈറോയിഡ്സ് ആണോ ഹൈപ്പോ തൈറോയിഡ്സ് ആണോ, നമുക്ക് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടോ എന്നറിയാനും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കഴിക്കാനും ഇത് വളരെയധികം സഹായിക്കും. പിന്നെ നമുക്ക് വരുന്നതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മെയിനായിട്ട് ആൽക്കഹോളിക് ആൾക്കാർ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലിവറിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ലിവർ ഹെൽത്തി ആയിട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ D. ഇപ്പോൾ കൂടുതലായിട്ട് കുട്ടികളിലാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരിലാണെങ്കിലും നമ്മൾ വെയിൽ കൊള്ളാത്തതിൻ്റെ കുറവ് കാരണം ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റമിൻ D ഡെഫിഷ്യൻസി. അപ്പം തീർച്ചയായും നമ്മൾ അതിനൊരു ഏജ് ആക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറിയ കുട്ടികളിലാണെങ്കിലും അല്ലെങ്കിൽ വലിയവരാണെങ്കിലും വൈറ്റമിൻ D ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു കൊടുക്കേണ്ടതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ലിപ്പിഡ് പ്രൊഫൈൽ. അതായത് നമ്മുടെ ശരീരത്തിൽ LDL HDL കൊളസ്ട്രോൾ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഇപ്പോൾ കൂടുതലായിട്ട് ജങ്ക് ഫുഡുകളും അതുപോലെ തന്നെ കൂടുതൽ ഓയിലി ഫുഡുകളും ഒക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ലെവൽ നമ്മുടെ ശരീരത്തിൽ അത് നോർമലാണോ എബവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 35-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അത്തരക്കാർക്ക് നമുക്ക് RA ഫാക്ടർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ യൂറിക് ആസിഡ്, ഇപ്പോൾ ഒരു ഏജ് ലിമിറ്റ് ഇല്ലാതെ ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ് യൂറിക് ആസിഡിൻ്റെ കൂടുതൽ കാരണം ഉണ്ടാകുന്ന പെയിനുകളൊക്കെ. അപ്പോൾ നമ്മൾ യൂറിക് ആസിഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഇത് പറഞ്ഞു വൈറ്റമിൻ D അതുപോലെ തന്നെ യൂറിക് ആസിഡ് RA ഫാക്ടറൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഒരു 30 കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ തന്നെ അതൊക്കെ ഇയർലി വൺസോ, അല്ലെങ്കിൽ ഈ ഷുഗറാണ് മെയിനായിട്ട് നമ്മളൊരു 6 മന്ത്സ് കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. പിന്നെ അടുത്ത നമ്മൾ നോക്കണമെന്നാണ് ഒരു 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 45-50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ബേസിക് മെറ്റബോളിക് പാനലിംഗ് പറയും. അതായത് നമ്മുടെ കാൽഷ്യം, സോഡിയം അതുപോലെ തന്നെ മറ്റ് മിനറൽസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ D, ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ മിനറൽസുകളുടെ ലെവൽ കൂടുകയും അതുപോലെ തന്നെ കുറയുകയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അവരുടെ ക്യാരക്ടറിലും അല്ലെങ്കിൽ അവരുടെ ഓവറോൾ ബോഡിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ടെസ്റ്റുകൾ നമ്മളൊരു 6 മാസം കൂടുമ്പോൾ, ഒരു 1 ഇയറിൽ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഒരു
35 അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായും ചെയ്തു നോക്കേണ്ടത് വളരെയധികം നല്ലതാണ്. ഇത് നമ്മുടെ ഓവറോൾ ബോഡിയുടെ ഹെൽത്തിനെ ഹെൽത്തി ആണോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വീക്കാണ് എന്നറിയാനും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്നറിയാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. ഏതൊരു അസുഖവും നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേഗത്തിൽ തന്നെ മാറ്റാൻ സാധിക്കും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതറിഞ്ഞ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ഭക്ഷണ ശൈലിയിലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ അസുഖങ്ങളെ കുറയ്ക്കാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ്, അതായത് ഇത് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ USG, അതായത് ഒരു അൾട്രാസോണിക് ടെസ്റ്റാണ്. ഇത് നമുക്ക് വളരെയധികം നമ്മുടെ ഓർഗൻസിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാനൊക്കെ ഇത് സഹായിക്കും. എപ്പോഴും പോയി ചെയ്യേണ്ട ആവശ്യമില്ല, വല്ലപ്പോഴും പോയി നമുക്കിത് ചെയ്യുന്നത് നല്ലതാണ്. ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറുടെ സമ്മതത്തോടു കൂടി നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് നമ്മൾ ഓവറോൾ ബോഡീനെ ഹെൽത്തിയായി നിർത്താനും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ടെസ്റ്റുകൾ തീർച്ചയായും നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവുള്ള സമയത്ത് നമ്മളത് പോയി നോക്കി ടെസ്റ്റുകൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തി നമ്മൾ തീർച്ചയായും നമ്മളൊരു 6 മന്ത്സിലോ ഇയർലി വൺസോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.